നമ്മൾ ആദ്യം പോകുന്നത് നേരെ മലപ്പുറത്തേക്കാണ്. അവിടെ ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് നമുക്ക്. ആരാണ്? സമീർ ബിൻ കരീമാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പാഴ് വസ്തുക്കളിൽ നിന്ന് വാട്ടർ ഫൗണ്ടൈൻ മുതൽ കുഞ്ഞു പവർ സ്റ്റേഷൻ, പിന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന ഒരാളെ പരിചയപ്പെടുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടർ നേരെ അങ്ങോട്ട് പോകുന്നു. മലപ്പുറം കോഡൂർ സ്വദേശി സെയ്ദലവി എന്ന നാണിയാണ് ഈ വ്യത്യസ്തനായ മനുഷ്യൻ. സമീർ ബിൻ കരീം തയ്യാറാക്കിയ ആദ്യ റിപ്പോർട്ടിലേക്ക്. കോഡൂർ സ്വദേശി സൈദലവി എന്ന നാണിക്കയെ പരിചയപ്പെടുത്താനാണ് റൈഡിംഗ് റിപ്പോർട്ടറുടെ ഇന്നത്തെ യാത്ര. നാണിക്ക എന്ന് വെച്ചാൽ അതൊരു സാധാരണക്കാരനാണ്, പക്ഷേ വ്യത്യസ്തനായൊരു മനുഷ്യനാണ്. ഈ പാഴ് വസ്തുക്കളിൽ നിന്ന് പവർ സ്റ്റേഷൻ, വാട്ടർ ഫൗണ്ടെയിൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാടധികം സാധനങ്ങൾ നിർമ്മിക്കുന്ന ഒരാളാണ്. അതായത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കിയ സാധനങ്ങളും കണ്ടുപിടുത്തങ്ങളുമൊക്കെ നമുക്കൊന്ന് നേരിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മൾ നാണിക്കയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് വിഷ്വൽസിൽ കാണാം ഈ വാട്ടർ ഫൗണ്ടെയിൻ ഇങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിരവധി സാധനങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാം ഒന്ന് പരിചയപ്പെടാം, എല്ലാം കണ്ടു നോക്കാം. എൻ്റെ പേര് സെയ്ദലവി എന്നാണ്. നാണി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഇൻഡസ്ട്രിയൽ വർക്ക്, ഫൈബർ ഗ്ലാസിൻ്റെ വർക്ക്, വാഹനത്തിൻ്റെ ടയർ പഞ്ചറെടുക്കുന്ന വർക്ക്, വയറിങ്ങിൻ്റെ വർക്ക്, പ്ലംബിങ്ങിൻ്റെ വർക്ക് എന്നീ വർക്കുകളൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ 5 ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കാര്യമായിട്ട് വർക്കൊന്നും പോകില്ല. ഇത് എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നൊരു കാളവണ്ടി, അത് കണ്ടിട്ട് അതേ മോഡലിൽ അതേ സിസ്റ്റത്തിലാണ് ചെയ്ത്. പലയിടത്തും പല രീതിയിലായിരിക്കും. ഇതിന് അടിയിൽ ഇങ്ങനെ ഒരു മരം കട്ട് ചെയ്ത്, പിന്നെ ഇത് ഈ വീലുണ്ടാക്കിയതിൻ്റെ മൾട്ടിവുഡ് പറഞ്ഞ സാധനം കൊണ്ടാണ്. അതിൻ്റെ പുറത്ത് കാളവണ്ടിക്ക് സാധാരണഗതിയിൽ നമ്മളിവിടെയൊക്കെ ആണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ഒരു പട്ടയായിരിക്കും, അതിന് വല്ല അലൂമിനിയത്തിൻ്റെ ഒരു ഇതായിട്ടൊക്കെ ഉണ്ട്. ചില ഭാഗത്തൊക്കെ ടയറൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ വീലിൻ്റെ ഒരു കുടമണി, അതൊക്കെ ആ വണ്ടിമ്മ ഉണ്ടായിരുന്ന അതേ ഇതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ വീലിൻ്റെ രൂപം. ഈ ഒരു ഭാഗം ഇങ്ങനെ ആയിരിക്കും. ഇത് പിന്നെ ഒരു കിണറിൻ്റെ കുട്ടികൾക്ക് കളിക്കുന്ന ഒരു കിണറും അതിൻ്റെ അതും അതൊക്കെ. ഇത് പിന്നെ പഴയ കാലത്ത് കൃഷിസ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. മണ്ണെണ്ണ മോട്ടറൊക്കെ വരുന്നതിന് മുമ്പ്. ഇതിന് പലയിടത്തും പല പേര് പറയാം. ഇവിടെ കൈവണ്ടി അറിയും, ചിലവർ ആലിവണ്ടി അറിയും. ഇത് മുൻകാലങ്ങളിൽ ഗുഡ്സ് ഒന്നും ഓട്ടോറിക്ഷ ഉണ്ടാകുന്നതിൻ്റെ ഇടയ്ക്ക് ആളുകൾ ഉപയോഗിക്കുന്നു. ലോഡ് ഉണ്ടാകും, അരി ഇതൊക്കെ. നമ്മളവിടെ ഉള്ളതിനൊക്കെ ഇങ്ങനെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോഴിക്കോട് ഭാഗത്തൊന്നും ബ്രേക്കും ഉണ്ടാവില്ല, ഈ സ്റ്റാൻഡും ഉണ്ടാവില്ല, കൊണ്ടുപോയിട്ടാണ് നിർത്തല. അവിടെ ലെവൽ റോഡാണല്ലോ. ഇവിടെ പിന്നെ റോഡിൽ ഇത് ഈ മുള വെച്ചിട്ടുണ്ടായത് ബ്രേക്കാണ്. ഇതിങ്ങനെ ഈ മുൻഭാഗം പൊന്തിച്ച് പിടിച്ചത് റോഡിൽ അമർന്നിങ്ങനെ തേയും. അപ്പോൾ അവിടെ അത്രയൊന്നും ബ്രേക്ക്. പിന്നെ ഇത് കൃഷിസ്ഥലം ഉഴുതുമറിക്കാൻ ഉപയോഗിച്ചതാണ്. ട്രാക്ടറൊക്കെ വരുന്നതിൻ്റെ മുമ്പുള്ള സാധനമാണ് എല്ലാവരും ഉപയോഗിച്ചത്. ഈ കാണുന്ന സാധനം 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക്കിൻ്റെ കർട്ടനാണ്. ഇത് എങ്ങനെ ബന്ധിപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഒരു ഷാഫ്റ്റ്, അതിൻ്റെ മുകളിലൊരു കർട്ടനും, ഇരുവശങ്ങളിലായിട്ട് ബെയറിങ്, വണ്ടിൻ്റെ ബിയറിങ്, പഴയ ബെയറിങ് 1.5 GIT ഫിറ്റാക്കിയിട്ട് ആ ഷാഫ്റ്റിൻ്റെ അറ്റത്ത് ബൈക്കിൻ്റെ സ്പോക്കറ്റ്, ചൈനീസ് സ്പോക്കറ്റ് അതിന്മേൽ ഫിറ്റാക്കിയിട്ടുണ്ട്. ഇപ്പുറത്തൊരു പിന്നെ കാറിൻ്റെ വൈഫറിൻ്റെ മോട്ടറുണ്ട്, അതിന്മേലും ഒരു സ്പോക്കറ്റ് ഫിറ്റാക്കിയിട്ടുണ്ട്. അതിന് കറണ്ട് കൊടുത്തിട്ട് DC വോൾട്ടാണ്, 12 വോൾട്ടാണ്. 12 വോൾട്ട്, ഈ 12 വോൾട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സ്വിച്ച് ഇങ്ങനെ അടിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീന് അടിയിലേക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. പിന്നെ അത് മേപ്പോട്ട് നമ്മൾ പൊക്കുക.
സ്വിച്ച് മേപ്പോട്ട് ഇട്ടാൽ മേപ്പോട്ട് പൊന്തും. നമുക്കിപ്പോൾ ആവശ്യത്തിന് ആ ഭാഗത്തുനിന്ന് വെയിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര മതി എന്ന് നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഇത്ര മതി ചെയ്യുന്ന സ്വിച്ച് ഓഫ് ആക്കുക. അല്ല ഫുള്ളായിട്ട് കയറി പോകണമെങ്കിൽ സ്വിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫായിട്ട് കട്ട് ഓഫ് ആകും ചെയ്യും. ഇത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ ഫൗണ്ടനാണ്. അതിലെന്താ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ കാറിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ ഇഞ്ചിനക്ക് തള്ളുന്ന ഇഞ്ചക്ടർ എന്ന് പറഞ്ഞൊരു മോട്ടറുണ്ട് 12 വോൾട്ടിൻ്റെ. ആ 12 വോൾട്ടിൻ്റെ മോട്ടറാണ് അതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ കാര്യമായിട്ട് അതിലൊന്നുമില്ല, ഒരു നോസിൽ ഒരു വാട്ടർ ലെവലിൻ്റെ ഒരു പൈപ്പിൻ്റെ കഷ്ണം അത്ര തന്നെ ഉള്ളൂ. അത് മാത്രമല്ല ഈ ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് അങ്ങനെ വരില്ല. വാഹനം എത്രത്തോളം ഓടണോ അത്രയും സമയത്ത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് എടുക്കല്ല. ഇത് വീടിൻ്റെയൊക്കെ ആൾമറയിലേ വെക്കാൻ പറ്റിയൊരു ഫൗണ്ടനാണ്. ഒരു ടാങ്കാണ്. അതിന് മുകളിൽ ഈ ഒരു സാധനം എനിക്ക് വെറുതെ വേറെ അടുത്ത് നിന്ന് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് പോകുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഈ അക്വേറിയത്തിലുള്ള ചെറിയ മോട്ടർ ഇട്ടത്. ഇത് ബക്കറ്റിൻ്റെ പീസ് വെച്ചുണ്ടാക്കിയത്. ഇത് മഴ പെയ്യുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം. മഴ പെയ്യുമ്പോൾ ഇതിലെ അവിടെ ലൈറ്റ് അതാകത്തുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നിറം കൂടി വരും. അങ്ങനെ കൊള്ളാം അല്ലേ. നാണിക്കൻ്റെ ഈ കരവിരുതുകളിൽ ഒന്നാണത്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തും ഈ കരവിരുതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ആരും അറിയാതെ പോകുന്ന ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും റെഡ് റിപ്പോർട്ടിലൂടെ നമുക്ക് പരിചയപ്പെടാം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. എൻ്റെ അമ്മോ, നാണിക്കൊരു ഗംഭീര കക്ഷിയാണ്. അത് എനിക്ക് മാത്രമല്ല, അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തോന്നിക്കാണും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്.